പ്രേക്ഷകർക്കറിയാം, കേരളം ഞെട്ടിയ കൊലപാതകമായിരുന്നു ഉത്രയുടേത്. പണം കൊടുത്തു വാങ്ങിയ മൂർഖൻ പാമ്പിനെ കൊണ്ട് സൂരജ് ഉത്രയെ കടുപ്പിക്കുകയായിരുന്നു. കേസിൽ സൂരജിന് ഇരട്ട ജീവപര്യന്തം ശിക്ഷയാണ് വിധിച്ചത്. 2018 മാർച്ച് 25-നാണ് ഉത്രയുടെയും സൂരജിന്റെയും വിവാഹം നടന്നത്. 2 വർഷത്തിനു ശേഷം 2020 മാർച്ച് 2-ന് ഉത്രയ്ക്ക് ആദ്യമായി പാമ്പ് കടിയേറ്റു. ആശുപത്രിയിൽ ചികിത്സ കഴിഞ്ഞ് ഉത്ര നേരെ പോയത് അഞ്ചലിലെ വീട്ടിലേക്ക്. സൂരജ് ഇടയ്ക്കിടെ ഉത്രയുടെ വീട് സന്ദർശിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ മെയ് 6-ന് രാത്രി സൂരജ് കരുതിക്കൂട്ടി ഉത്രയുടെ വീട്ടിലെത്തി. മൂർഖൻ പാമ്പുമായി ആയിരുന്നു സൂരജിന്റെ വരവ്. ഉത്രയുടെ മുറിയിലെത്തിയ സൂരജ് 9 ഡോളോ ഗുളികയും ലഹരി മരുന്നും ജ്യൂസിൽ ചേർത്ത് നൽകി. പാമ്പ് പിടുത്തക്കാരൻ ചിറക്കര സുരേഷിന്റെ കയ്യിൽ നിന്നും 17,000 രൂപ കൊടുത്തു വാങ്ങിയ മൂർഖനെ ഉത്രയുടെ ശരീരത്തിലേക്ക് കുടഞ്ഞിട്ടു. മരണം ഉറപ്പാക്കും വരെ കട്ടിലിലിരുന്ന് നേരം വെളുപ്പിച്ചു. മെയ് 7-ന് പുലർച്ചെ ഉത്ര മരിച്ചു. അന്ന് തന്നെ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. ഉത്രയുടെ മാതാപിതാക്കൾ റൂറൽ SP ഹരിശങ്കറിന് പരാതി നൽകിയത് വഴിത്തിരിവായി. മെയ് 24-ന് സൂരജിനെ അറസ്റ്റ് ചെയ്തു. ജൂൺ 1-ന് സൂരജിന്റെ അച്ഛൻ സുരേന്ദ്രനും അറസ്റ്റിലായി. കേസിലെ ഏറ്റവും ബുദ്ധിപരമായ നീക്കമെന്ന് നിയമവിദഗ്ധർ വിശേഷിപ്പിച്ച മൂർഖൻ പാമ്പിനെ ഉപയോഗിച്ചുള്ള ഡമ്മി പരിശോധന നടന്നത് ജൂലൈ 30-ന്. ഓഗസ്റ്റ് 22-ന് ഗാർഹിക പീഡന കേസിൽ സൂരജിന്റെ അമ്മയും സഹോദരിയും അറസ്റ്റിലായി. 2021 ഒക്ടോബർ 4-ന് വിചാരണ പൂർത്തിയായി. 2021 ഒക്ടോബർ 11-ന് കേസിൽ അന്തിമ വിധി. സൂരജിന് ഇരട്ട ജീവപര്യന്തം. റിസർച്ച് ഡെസ്ക് 24.